ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ അന്ന് രാത്രി സച്ചിയുടെ ഫോൺ എടുത്തത് ശ്രുതിയാണെന്നുള്ള സത്യം സച്ചി തിരിച്ചറിയാണ്. ഈ വീഡിയോ ലീക്ക് ആക്കണമെങ്കിൽ അതിന് പിന്നിൽ ആന്റണി തന്നെ ആയിരിക്കും എന്ന് സച്ചിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് സച്ചിയുടെ ആദ്യ അന്വേഷണം തന്നെ ആന്റണിയിലോട്ടാണ് കേട്ടോ. ആന്റണിയെ സച്ചി ഒന്ന് ചെറുതായിട്ട് പെരുമാറിയപ്പോ തന്നെ ആന്റണി സത്യങ്ങളൊക്കെ തത്ത പറയുന്നത് പോലെ പറയാണ്. എന്നാൽ അതിൽ നിന്നും സച്ചി തിരിച്ചറിഞ്ഞത് ഒരു സത്യം മാത്രമല്ല കേട്ടോ. ശ്രുതിക്ക് ഈ പറഞ്ഞ നവീൻ ദാസുമായിട്ട് ബന്ധമുള്ള വിവരവും സച്ചി മനസ്സിലാക്കുകയാണ്. ആന്റണിയെ ഒരുപാട് സച്ചി തല്ലിയില്ലേ, തിരിച്ചു തല്ലാനും പറ്റത്തില്ല. എന്നാ പിന്നെ സച്ചിയുടെ കുടുംബത്തിൽ ഒരു കലഹം ഉണ്ടാവട്ടെ എന്ന് കരുതി തന്നെയാണ് കേട്ടോ ശ്രുതിയുടെ രഹസ്യങ്ങളൊക്കെ ആന്റണി സച്ചിയോട് പറഞ്ഞത്. ഇതൊക്കെ കേട്ടതിന് ശേഷം സച്ചിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവാണ് കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ ആന്റണിയെ സച്ചി വെറുതെ വിടുകയാണ്. ഇനി ശ്രുതിക്ക് നേരെയാണ് സച്ചിയുടെ ഓരോ നീക്കങ്ങളും. ശ്രുതിക്ക് ഇനി എന്തായാലും സച്ചിയുടെ പിടിയിൽ നിന്നും രക്ഷയില്ല. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവില് സച്ചി നവീൻ ദാസ് ആരാണെന്നും ശ്രുതിക്ക് നവീൻ ദാസുമായിട്ട് എന്താണ് ബന്ധമെന്നും കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ എപ്പിസോഡിനൊടുവില് സച്ചിയെ ഞെട്ടിക്കുന്ന ആ സത്യം സച്ചി തിരിച്ചറിയുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചി രേവതിയുടെ വീട്ടിലോട്ട് ഓടിപ്പാഞ്ഞ് എത്തുന്നതാണ്. കാറ് വീടിനൊരു സൈഡിൽ ഒതുക്കിയിട്ട് സച്ചി ഓടി വീട്ടിലോട്ട് കയറുന്നുണ്ട്. ആ സമയത്ത് അവിടെ കാണുന്നത് രേവതിയും ദേവും അമ്മയും ഒക്കെ കരഞ്ഞ് കലങ്ങിയ കണ്ണോടുകൂടി ഒരു ഭാഗത്ത് ഇരിക്കുന്നതാണ്. രേവതി, എന്തു പറ്റി രേവതി, എന്താ നിങ്ങൾക്ക് പറ്റിയത്? അപ്പൊ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ അറിഞ്ഞില്ലേ, നമ്മുടെ ശരത്ത് ആ ആന്റണിയുടെ കൂടെ ചേർന്ന് മോഷ്ടിച്ച വീഡിയോ ലീക്കായി. അവരിങ്ങനെയൊക്കെ ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല. രേവതി, അവനല്ല അത് ചെയ്തത്, അവനെ കൊണ്ട് ആ ആന്റണി ചെയ്യിപ്പിച്ചതല്ലേ. അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. ഇപ്പോൾ അവൻ ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോൾ അവന് നല്ലൊരു വ്യക്തിയാവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും കൂടി അവനെ കുറ്റപ്പെടുത്താതെ. ഇത് കേട്ടപ്പോൾ ദേവ് പറയുന്നുണ്ട് കേട്ടോ, സച്ചേട്ടൻ അങ്ങനെ പറയാം. അവൻ ഇനിയും വളം വെച്ച് കൊടുത്താലേ ആന്റണി അവനെ വീണ്ടും വീണ്ടും ചീത്തയാക്കും. ഇപ്പൊ തന്നെ സച്ചേട്ടൻ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോയേക്കുവാ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ. ഏത് സമയത്തും അവനെ അറസ്റ്റ് ചെയ്യും. എന്ത്, അമ്മ കേസ് കൊടുക്കാൻ പോയേക്കാണെന്നോ? അതെ, ഇവിടെ വന്ന് കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാ സച്ചേട്ടൻ അമ്മ പോയത്. ഓഹോ, അതിനും വലിയ തെറ്റൊക്കെ അവരെ മകൻ ചെയ്തിട്ടുണ്ടല്ലോ. അന്നൊക്കെ ആ കുറ്റമൊക്കെ ശരത്തിന്റെ തലയിലോട്ടിട്ടതാ. അതിനും വലിയ തെറ്റാ അവരുടെ മൂത്ത മകൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ആ പൈസ തിരികെ കൊടുക്കുകയും ചെയ്തതല്ലേ. പിന്നെ എന്തിനാ അവര് പോലീസിൽ കേസ് കൊടുക്കാനൊക്കെ പോകുന്നത്? ഇത് കേട്ടപ്പോ രേവതി പറയുന്നുണ്ട് കേട്ടോ, സച്ചേട്ടൻ എന്താ അവന് സപ്പോർട്ട് ചെയ്യുകയാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സച്ചേട്ടൻ ആ പണം എവിടുന്ന് കിട്ടി? അത് പിന്നെ രേവതി, നിർത്ത്, എനിക്കെല്ലാം മനസ്സിലായി. സച്ചേട്ടനും ഇതറിയായിരുന്നു അല്ലേ? അത് പിന്നെ രേവതി, ഞാൻ എങ്ങനെയായിരുന്നു സച്ചേട്ടൻ അറിയാം? അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. ഞാൻ പറയാം രേവതി, ഞാൻ ഇടയ്ക്ക് വെച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സ്റ്റുഡിയോയിൽ പോയിരുന്നു. അവിടെ വെച്ച് അവൻ്റെ CCTV ഫൂട്ടേജിലാണ് ഇവൻ്റെ മുഖം പതിഞ്ഞിരിക്കുന്നത്. അന്ന് ആ വീഡിയോ അവൻ എനിക്ക് ഷെയർ ചെയ്തിരുന്നതാ. അതെൻ്റെ ഫോണിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. രേവതി, എൻ്റെ ഫോൺ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിസ്സിംഗ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഫോണ് ആൻ്റണിയാണ് എടുത്തത്. ആൻ്റണി അല്ലെങ്കിൽ മറ്റാരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചതാണ് ആ വീഡിയോ ലീക്കാക്കാൻ വേണ്ടി. രേവതി, നീ ഇടയ്ക്ക് വെച്ച് എന്നോട് പറഞ്ഞില്ലായിരുന്നു ശരത്തിനോട് എനിക്കെന്താ ഇത്ര ദേഷ്യമെന്ന്? ദേ, ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടിയാ ശരത്തിനോട് എനിക്ക് ദേഷ്യം വന്നത്. പക്ഷെ ആ വീഡിയോ എൻ്റെ ഫോണിൽ കിടപ്പുണ്ടെങ്കിലും ഞാനത് ഒരാൾക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. ആർക്കും ഞാനത് ഷെയർ ചെയ്തിട്ടില്ല. എന്നാലും സച്ചേട്ടൻ ഈ വിവരമൊക്കെ അറിഞ്ഞിട്ടും എന്നോടൊരു വാക്ക് പറയണമെന്ന് തോന്നിയില്ലല്ലോ. രേവതി, അവൻ ആശ്രയിച്ച് കഴിയുന്ന നിന്നെയും അമ്മയും ദേവുനെയും എന്നും വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ ഇതൊന്നും പറയാതിരുന്നത്. പിന്നെ എങ്ങനെയാ സച്ചേട്ടൻ ഈ വീഡിയോ ലീക്കായത്? സച്ചേട്ടൻ്റെ ഫോണ് ആരുടെ കയ്യിലാണ് എത്തിയിരിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല രേവതി. ആരോ തന്ത്രപൂർവ്വം അന്ന് ആ ഫംഗ്ഷനിൽ വെച്ചിട്ട് എൻ്റെ ഫോൺ അടിച്ചു മാറ്റിയതാ. ആ സമയത്താണ് ഇതൊക്കെ കേട്ടോണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ശരത്ത് മുറിയിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. നിർത്ത്, കൊള്ളാം, എന്തൊരു വിശ്വസിക്കാൻ പറ്റുന്ന പച്ച കള്ളം. ഇടക്കാലത്ത് വെച്ചിട്ട് നല്ലൊരു മനുഷ്യനാണെന്ന് കരുതി നിങ്ങളെ ഞാൻ വിശ്വസിച്ചതാ തെറ്റായിപ്പോയത്. എടാ ശരത്തെ, മിണ്ടരുത്. നിങ്ങളുടെ ഫോണിൽ മാത്രമുള്ള ആ വീഡിയോ എങ്ങനെ ലീക്കായി? കുറച്ച് ദിവസമായിട്ട് നിങ്ങൾ ഫോണ് കാണില്ല എന്ന് പറഞ്ഞ് നാടകം കളിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതായിരുന്നു നിങ്ങൾ ഒളിപ്പിച്ച് ചതിയെന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. നിങ്ങളെ ഞാൻ 1-2 ദിവസമെങ്കിലും എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടുപോയിരുന്നു. എനിക്ക് എക്സാം എഴുതാനുള്ള സജ്ജീകരണമൊക്കെ നിങ്ങൾ ഒരുക്കി തന്നപ്പോൾ എൻ്റെ അച്ഛന് തുല്യം ഞാൻ നിങ്ങളെ കണ്ടതാ. പക്ഷേ നിങ്ങൾ എന്നെ അവസാനം കാലുവാരി. എടാ ശരത്തെ, നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സത്യം പറഞ്ഞാൽ എൻ്റെ ഫോൺ മിസ്സിംഗ് ആണ്. ഇനിയും നിങ്ങൾ ഈ വിശ്വസിക്കാൻ പറ്റാത്ത കള്ളം പറയണ്ട. എനിക്കറിയാം, മനഃപൂർവ്വം നിങ്ങളന്ന് ആന്റണി ഏട്ടനെ കുരുക്കിയതാണെന്ന്. ആന്റണി ഏട്ടൻ അദ്ദേഹത്തിന്റെ മനസ്സിലിരിക്കുന്നതെല്ലാം എന്നോട് പറഞ്ഞു. ഓഹോ, അപ്പം നീ ഇടയ്ക്ക് വെച്ച് ആന്റണിയെ കാണാൻ പോയി അല്ലേ? പോയി. നിങ്ങളൊന്നും നല്ല ഉപദേശം തരുന്നില്ലെന്ന് മനസ്സിലാക്കിയിട്ടല്ല ഞാൻ പോയത്. എൻ്റെ വീഡിയോ എങ്ങനെ ലീക്കായി എന്നറിയാൻ വേണ്ടിയിട്ടാ. അത് ചോദിക്കാൻ തന്നെ ഞാൻ അയാളുടെ അടുത്തേക്ക് പോയത്. ആ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളെന്നെ ചതിക്കുകയാണെന്നുള്ളത്. അന്ന് എനിക്കൊരു തെറ്റ് പറ്റി. അതേറ്റ് പറഞ്ഞ് ആന്റണി ഏട്ടനോട് ഞാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞതാ. അതിനുശേഷം ആന്റണി ഏട്ടൻ എനിക്ക് അതുപോലത്തെ ഒരു ടാസ്ക് തന്നിട്ടുമില്ല. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്നോട് ശത്രുത.
ആ സമയത്ത് അമ്മ പറയുന്നുണ്ട്, ഡാ ശരത്തെ നിർത്തിക്കോ, നീ ഇനി വേണ്ടിയ നിന്റെ കാരണം അടിച്ച് പൊട്ടിക്കും ഞാൻ. ആരോടാടാ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങളോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ ഇയാളെ തലയിലെടുത്ത് ദൈവത്തെ പോലെ കാണുമല്ലേ. അതുകൊണ്ട് ആന്റണി ഏട്ടനെ കുറിച്ച് എന്ത് പറഞ്ഞാലും നിങ്ങളിപ്പോൾ പുല്ല് വിലയെ കൽപ്പിക്കത്തുള്ളൂ. ഇയാൾക്കല്ലേ വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ശരത്തെ, സത്യമായിട്ട് മനസ്സാ വാച കർമ്മ എനിക്കറിയാത്ത കാര്യങ്ങൾ ഇതൊക്കെ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ? ഏതായാലും നിങ്ങളുടെ അമ്മ വന്ന് വേഷത്തിന് തന്നു. ഇനി നിങ്ങൾ എനിക്ക് തരണ്ട. പോലീസുകാർ വന്ന് എന്നെ ഏത് നിമിഷവും പൊക്കിക്കൊണ്ട് പോവും. അതിനുവേണ്ടി കാത്തിരിക്കുക. ദയവ് ചെയ്ത് എന്നെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നേക്കരുത്. അങ്ങനെ നിങ്ങൾ സിമ്പതി പറ്റാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. ശരത്തെ, മതി. ഇതെന്റെ ഭർത്താവാണ്. സച്ചേട്ടൻ എൻ്റെ അനിയനായി നിനക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല. വെറുതെ നീ സച്ചേട്ടനെ കുറ്റപ്പെടുത്തണ്ട. രേവതി, അവൻ കുറ്റപ്പെടുത്തട്ടെ. കാരണം ഇപ്പം അവന് ആന്റണീൻ്റെ വാക്കാണ് വലുത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ശത്രു തന്നെയാണ്. നിങ്ങൾ ദയവേത് ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? പോവാടാ. നിന്റെ ആട്ടും തുപ്പൊക്കെ കേട്ട് അല്ലെങ്കിൽ ഞാൻ എന്തിനാ നിന്റെ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യം? പിന്നെ എനിക്ക് അവകാശപ്പെട്ട ഒരു ഭാര്യ വീട്ടിലുണ്ട്. അവളെ എൻ്റെ വീട്ടിലോട്ട് തിരികെ കൊണ്ടുപോകണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നത്. ആ സമയത്ത് ശരത്ത് പറയുന്നുണ്ട് കേട്ടോ, നിങ്ങളെ കൂടെ എൻ്റെ ചേച്ചിയെ പറഞ്ഞയക്കാൻ വരെ എനിക്കിപ്പോൾ പേടിയാ. ശരത്തെ, നിന്നോട് ഇനി മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? ഇതെൻ്റെ ഭർത്താവാ. ഇങ്ങോട്ടൊപ്പം പോകുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പോവാ. ആ സമയത്താണ് പോലീസ് വാഹനം അവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ സച്ചി പറയുന്നുണ്ട്, എടാ ശരത്തെ, പോലീസ് വരുന്നുണ്ട്. നീ തൽക്കാലം എവിടേക്ക് പോയി ഒളിക്കി. എന്തിനാ ഒളിപ്പിക്കുന്നത്? നിങ്ങളായിട്ടല്ലേ എന്നെ ഇതിനൊക്കെ എറിഞ്ഞിട്ട് കൊടുത്തത്. അപ്പം പിന്നെ ഒളിപ്പിക്കേണ്ട ആവശ്യം എന്തിനാ? അവർ വരട്ടെ, എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോട്ടെ. ആന്റണി ഏട്ടനെ എന്നെ പുഷ്പം പോലെ ഇറക്കും. എടാ, ആ ആന്റണി നിന്നെ ചതിക്കുവാണ്. നീ അത് മനസ്സിലാക്ക്. തൽക്കാലം എവിടേക്ക് പോയി ഒളിക്കി. തൽക്കാലത്തിനൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് നമുക്ക് അവിടെ ഹാജരാവാം. അത് വേണ്ട. നിങ്ങളുടെ ഇനി ഒരു ഔദാര്യവും എനിക്ക് ആവശ്യമില്ല. അപ്പോഴാണ് കേട്ടോ പോലീസ് അകത്തോട്ട് കയറി വരുന്നത്. ആഹാ, കുടുംബസമേതം എല്ലാവരും ഇവിടെ ഉണ്ടോ? നമ്മുടെ സ്റ്റേഷനിലെ മെയിൻ ഗസ്റ്റ് സച്ചി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ തൊട്ടിപ്പുറത്തുള്ള പോലീസുകാരൻ പുച്ഛഭാവത്തോട് പറയുന്നത് കേട്ടോ, ഇവരെ അളിയന്മാരാണ് സാറേ. ഓഹോ, അത് ശരി, അളിയന്മാരപ്പോൾ ഒരേ വൈബാണ് അല്ലേടോ. ഇത് സാറേ, നിങ്ങൾ ഇവനെ കൊണ്ടുപോകാനല്ല വന്നത്. ഇവനെ കൊണ്ടുപോക്കോ. അതുപോലെ ഇവനെ പുറത്തിറക്കാനും എനിക്കറിയാം. അത് കേട്ടപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ പുറത്തെടുക്കാൻ സ്റ്റേഷനിലോട്ട് വരണ്ട. അവിടെ നിരകിച്ച് കിടന്നാലും നിങ്ങൾ എനിക്ക് കാണണ്ട. നിങ്ങളുടെ ഔദാര്യത്തിൽ എനിക്ക് പുറത്തിറങ്ങുകയും വേണ്ട. ആ സമയത്ത് രേവതി ശരത്തിൻ്റെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നു കേട്ടോ. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ദേ, ഞങ്ങൾ ഇവനെ കൊണ്ടുപോവുക. ആ സമയത്ത് ഇവൻ്റെ കരണത്തെ തല്ലാനും ഇവനെ മർദ്ദിക്കാനും പറ്റത്തില്ല. ഇവനെ എൻ്റെ അനിയനാ. ഇവനെ തല്ലുന്നതിൽ എനിക്കൊരു പോലീസിനെയും അവകാശം ആവശ്യമില്ല. ഷേ, എവിടെ നിന്ന് വന്നോടെ ഈ ഫാമിലി? നടക്കണോ? അങ്ങനെ ശരത്തിനെ കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ട് അമ്മ കരയുന്നു കേട്ടോ. എൻ്റെ മോന് ശരത്തിനെ കൊണ്ടുപോയി സച്ചി. അമ്മേ, ദേവു, രേവതി, നിങ്ങൾ വിഷമിക്കാതെ. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് അവന് പുറത്തിറക്കാം. അപ്പോൾ ദേവു പറയുന്നുണ്ട്, സച്ചേട്ടൻ ആ വീഡിയോ ലീക്കാക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ അതാരാ ലീക്കാക്കിയത്? അത് കണ്ടെത്തണം സച്ചേട്ടാ. ഇവൻ്റെ ഭാഗത്ത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. ഇവന് കിട്ടേണ്ട ശിക്ഷ കിട്ടണം. പക്ഷേ അതാരെ പുറത്താക്കിയതെന്നും കൂടി അറിയണം ദേവു. ഞാൻ അതിനുള്ള പരിശ്രമത്തിൽ തന്നെയാണ്. ആദ്യം അവനെ പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കണം. ആന്റണി ഒരിക്കലും അവനെ പുറത്തിറക്കരുത്. അതിനുവേണ്ടി എങ്ങനെയായാലും വീട്ടിലെത്തിയേ പറ്റൂ. അച്ഛനോട് കാര്യം പറയണം. അച്ഛൻ വിചാരിച്ചാലേ അമ്മ ഒതുങ്ങത്തുള്ളൂ. ദേവു, നീ അമ്മയെ നോക്കിക്കൊള്ളണം. ഞാനും രേവതിയും പെട്ടെന്ന് തന്നെ വരാം. ശരി സച്ചേട്ടാ. രേവതി, നീ വാ. ഞാനില്ല സച്ചേട്ടാ. അതെന്താ നീ ഇല്ലാത്തത്? എന്നോട് അമ്മ ഇനി ആ വീട്ടിലോട്ട് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അമ്മയോട് അത്രയും മോശമായിട്ട് സംസാരിച്ചു. ശരത്തിനെ തല്ലുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയും ഞാൻ തിരിച്ചു തല്ലുമെന്നും പറഞ്ഞു. അതിനെന്താ, മരുമക്കളുടെ കയ്യിൽ നിന്നേ അവരടി എരന്ന് മേടിക്കുമല്ലേ. അത് പറഞ്ഞതേ കൂടിപ്പോയിട്ടൊന്നുമില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ. എന്നാലും ഈ അവസ്ഥയിൽ ഞാൻ വരുന്നില്ല സച്ചേട്ടാ. നീ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നീയും കൂടി വന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. വാ രേവതി. അപ്പോൾ ദേവു അമ്മയും പറയുന്നുണ്ട്, മോളെ നീ പൊയ്ക്കോ. ശരത്തിനെ എങ്ങനെയെങ്കിലും നമുക്ക് സ്റ്റേഷനിൽ നിറക്കണ്ടേ. അമ്മേ, നിങ്ങൾ തനിച്ചാക്കി ഞാൻ എങ്ങനെയാ? മോള് പോയിട്ട് വാ രേവതി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാം. ഇനി വരുമ്പോൾ അവനെയും കൂടി കൂട്ടിയായിരിക്കും നമ്മൾ ഇങ്ങോട്ട് വരാം. വാ രേവതി. അങ്ങനെ രേവതിയും കൂട്ടി സച്ചി അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രോദയമാണ്. അവിടെ രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീയൊന്ന് അടങ്ങ്. ആ ആന്റണിയെ നിനക്കറിയാലോ, അവൻ കാരണമാണ് എല്ലാം ഈ ശരത്ത് ചെയ്തിരിക്കുന്നത്. ആ പണം എന്തായാലും നിനക്ക് തിരികെ കിട്ടിയില്ലേ? ഇനി ആ പയ്യനെ വെറുതെ വിട്ടേക്ക്. ഓഹോ, അപ്പം നിങ്ങൾ അവനെ വെറുതെ വിടാനാണോ പറയുന്നത്? അവനെ ശരിക്കും പോലീസിലേൽപ്പിച്ചാൽ പോരാ, ഗുണ്ടകളെ കൊണ്ട് തല്ലി ചതപ്പിക്കണം. എനിക്ക് അതാണ് തോന്നുന്നത്. പലിശയും മുതലടയ്ക്കാൻ കൊണ്ടുപോകുന്ന വഴിക്കാ അവനെൻ്റെ പണം എടുത്തത്. എന്നിട്ടെന്താ, ഞാൻ അവിടെ പെട്ടുപോയില്ലേ? അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ പലിശയ്ക്ക് പണം കൊടുക്കാനുള്ള വിവരം അറിഞ്ഞു. അന്ന് ഞാൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട്, മനപ്രയാസം, അതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അതുകൊണ്ടേ അത് ഞാൻ അവനെ കൊണ്ട് അറിയിപ്പിക്കും.
എൻ്റെ ചന്ദ്രേ, നമ്മുടെ മരുമകളുടെ അനിയനാണ് അവൻ. ഏതായാലും ആ തെറ്റ് ഏറ്റു പറഞ്ഞു. ആ സ്ഥിതിക്ക് ഇനി അവനെ വെറുതെ വിട്ടൂടെ? പണം നമുക്ക് തിരികെ ലഭിക്കുകയും ചെയ്തില്ലേ? ഇത് കേട്ടപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തിനാ അങ്കിളെ ഇങ്ങനെ പറയുന്നത്? തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം, അത് സ്വാഭാവികമാണ്. അങ്ങനെ അത് സ്വാഭാവികമാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ പിടിച്ച് ഞാൻ ജയിലിൽ ഏൽപ്പിക്കണ്ടേ? ഇത് കേട്ടപ്പോൾ ശ്രുതിയും ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങളുടെ നാക്ക് ഇറങ്ങിപ്പോയോ? ഇവൻ എൻ്റെ 50 ലക്ഷം രൂപ കൊണ്ടാണ് മുങ്ങിയത്. എൻ്റെ മക്കൾക്ക് 3 പേർക്കും ഒരുപോലെ അനുഭവിക്കാനുള്ള പണമായിരുന്നു അത്. അതുമായിട്ട് മുങ്ങിയതാ ഇവൻ. അതുകൊണ്ട് എന്തായാലും ചിലയിടത്ത് ക്ഷമിക്കേണ്ടി വരും. അതാ ഞാൻ ചന്ദ്രയോട് പറഞ്ഞത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരിക്കലും നടക്കില്ല. ആ സമയത്താണ് കേട്ടോ ഒരു ഹോണടി കേൾക്കുന്നത്. ആ അവൻ വന്നല്ലോ, സച്ചി വരട്ടെ അവൻ ഇങ്ങോട്ട്. സച്ചിയാണെങ്കിൽ രേവതിയും കൂട്ടിയിട്ട് ചന്ദ്രോദയത്തിനകത്തോട്ട് കയറി വരാൻ കേട്ടോ. എന്നാൽ ചന്ദ്രമതി ആണെങ്കിലോ രേവതിയെ കണ്ടിട്ട് കലി തുള്ളാണ്. വന്നോ ഇവളിങ്ങോട്ട്? ഇവളെ ആരെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? ഞാൻ തന്നെ. ഇവൾ എൻ്റെ ഭാര്യ. ഞാനുള്ള സ്ഥാനത്തെ ഇവളെ നിൽക്കാൻ പാടുള്ളൂ. എടാ എന്നെ വെറുതെ നീ ദേഷ്യം പിടിപ്പിക്കരുത്. ഇതെൻ്റെ വീടാണ്. എൻ്റെ വീട്ടിൽ ഇനി ഇവക്ക് നിൽക്കാൻ യാതൊരു അർഹതയുമില്ല. ഇവളെ അനിയനെ തൊട്ടാലേ ഇവളെ എന്നെ തല്ലുവെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊന്ന് കാണണമല്ലോ. ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്. അമ്മേ, ശരത്തിനൊരു തെറ്റുപറ്റി. നിർത്തടി, മതി. അവളുടെ ഓഞ്ഞൊരു കണ്ണീരൊലിപ്പിക്കല് നിർത്തിക്കോ. നീ നിന്റെ അമ്മയെ ഒലിപ്പിച്ച് കണ്ണീര് വറ്റിപ്പോവും. എന്തായാലും നിന്റെ അനിയനിപ്പോൾ പോലീസുകാർ നല്ല രീതിക്ക് കൈമാറുന്നുണ്ടാവും. ഓരോരുത്തർ കൈമാറി തല്ലി ചതയ്ക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അമ്മേ, നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു നിർത്തടി. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇനി ശബ്ദിച്ച് പോരുതെന്ന്. ഇറങ്ങി പൊയ്ക്കോളെ എൻ്റെ വീട്ടിൽ നിന്ന്. ചന്ദ്രോദയത്തിൻ്റെ പടി ഇനി നീ ചവിട്ടരുത്. ഇനി എന്നെ ധിക്കരിച്ച് പലരും നിന്നെ ഇവിടെ നിർത്താൻ ശ്രമിക്കും. അങ്ങനെ നീ ഇവിടെ നിൽക്കുവാണെങ്കിൽ ചന്ദ്രമതി ഈ വീട് വിട്ട് എന്നേക്കുമായിട്ട് ഇറങ്ങിയിരിക്കും. അയ്യോ സച്ചേട്ട, അമ്മ പറയുന്നത്. അപ്പം രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ ഇത് എന്ത് ഭാവിച്ചാ? ഈ നിൽക്കുന്നവളും നിന്റെ മരുമകൾ തന്നെയാണ്. ഇവരെ പോലെ തന്നെ നിന്റെ മരുമകൾ. അങ്ങനെ നിങ്ങൾ കണ്ടു കാണും, പക്ഷെ ഞാൻ ഇവളെ മരുമകളായി കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിലെ വെറും തൂപ്പുകാരി, ജോലിക്കാരിയായിട്ട് മാത്രമേ ഞാൻ ഇവളെ കണ്ടിട്ടുള്ളൂ. ഒരു നിമിഷം പോലെ ഇനി നീ ചന്ദ്രോദയത്തിന് പടി ചവിട്ടി നിൽക്കരുത്. പൊയ്ക്കോ ഇവിടുന്ന്. എൻ്റെ ഭാര്യ അങ്ങനെ നിങ്ങളെങ്ങനെയാ പുറത്താക്കുക? എൻ്റെ ഭാര്യ ഇവിടുന്ന് എങ്ങോട്ടും പോവില്ല. അത് ശരി, അപ്പം എന്നെ ധിക്കരിച്ച് നീ ഇവളിവിടെ നിൽക്കാനാണ് ഭാവമെന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിത്തരാം. ചന്ദ്രേ, നീ ഇതെങ്ങോട്ടാ? നിൽക്കവിടെ. ഇല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാ. ഇവളുടെ വീട്ടുകാരും താനീ ഫ്രോഡാണെന്ന് തെളിയിക്കുന്ന പല സത്യങ്ങളും തെളിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കേട്ടിട്ടും നിങ്ങളെല്ലാവരും ഇവരെ വീണ്ടും സപ്പോർട്ട് ചെയ്യല്ലേ? അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോവുക. നിങ്ങൾ സന്തോഷത്തോടു കൂടെ ഇവിടെ വാഴയെ ജീവിക്കേ, എന്താന്ന് വെച്ച് ചെയ്തോ. അത് കേട്ടപ്പോൾ ശ്രുതിയും പറയുന്നുണ്ട്, അമ്മ പോവല്ലമ്മേ. അമ്മ എന്തിനാ പോകുന്നത്? ഇവൾക്ക് ഇവിടെ യാതൊരു അവകാശമില്ലല്ലോ. ഇവനുമല്ലേ ഇവിടുന്ന് ഇറങ്ങി പോകേണ്ടത്. അതുകൊണ്ട് അമ്മ പോവല്ലമ്മേ, ഞാൻ കാല് പിടിക്കാം. ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. മാറി നിൽക്കട അങ്ങോട്ട്. ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും തള്ളി മാറ്റിക്കൊണ്ട് ചന്ദ്രമതി ഡ്രസ്സ് പാക്ക് ചെയ്യാൻ വേണ്ടി റൂമിലോട്ട് പോവാണ് കേട്ടോ. കുറച്ച് നേരത്തിന് ശേഷം ഡ്രസ്സ് പാക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. ദേ രവിയേട്ടാ, എന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവളിപ്പോൾ ഇവിടുന്ന് പറഞ്ഞു വിടണം. അഥവാ ഇനി ഇവളെ പോയില്ലെങ്കിൽ ഞാൻ ഈ ബാഗ് വഹിച്ച് ഇവിടുന്ന് പോവും. ഞാനിനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നീ പൊയ്ക്കോ. ഭർത്താവിൻ്റെ വാക്കിന് പുല്ല് വില തരുന്ന ഭാര്യമാർ ഇതുപോലെ ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ഇനി നിനക്ക് ഇങ്ങനെ ഒരു ഭർത്താവില്ലെന്ന് കരുതി നിനക്ക് എവിടെ നിന്ന് പോവാം. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതിക്ക് ആകെ വിഷമമാണ് കേട്ടോ. ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ബാഗ് എടുത്തിട്ട് ആരെയും നോക്കാതെ പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിത്തരാം അച്ഛാ. എന്നാലും അമ്മ പോകുന്നത് നിർത്തറാ, മതിയാക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും 2 വേണം. അപ്പം പിന്നെ ഞാൻ എന്താ ചെയ്യാ? രേവതി മോളെ പെരുവഴിയിലേക്ക് ഇറക്കി വിടാൻ എനിക്ക് പറ്റില്ല. ആ മോളുടെ അച്ഛനെ ഞാനാണ് ഒരു കൈപ്പിഴവ് കൊണ്ട് കൊന്നത്. അപ്പം പിന്നെ ആ കുട്ടിയെങ്കിലും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റണം. മോളെ രേവതി, അവൾ പോയാലും നീ ഒരിക്കലും ഇവിടുന്ന് പോവില്ല മോളെ. അത് ഈ അച്ഛൻ തരുന്ന വാക്കാ. നിന്റെ അനിയനൊരു തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് നിന്നെ അതിൽ ശിക്ഷിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു? അപ്പോൾ വർഷം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. രേവതി ചേച്ചി പോട്ടെ. രേവതി ചേച്ചി, ശരത്ത് അങ്ങനെ ആയതിന് ചേച്ചി എന്ത് പറ്റി? വർഷേ, ഇതും പറഞ്ഞിട്ട് വർഷയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. കരയിലെ രേവതി ചേച്ചി, പോട്ടെ. എന്തായാലും ആൻറ്റി പോയ പോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വരും. ആ സമയത്ത് രേവതി പറയുന്നുണ്ട്, അച്ഛ അമ്മയോട് പോവലേന്ന് പറയച്ഛ. എങ്ങനെയെങ്കിലും അമ്മയെ തിരിച്ചു വിളിക്ക്. ചരിതേ, ഞാൻ ഈ നിമിഷത്തിൻ്റെ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. വേണ്ട മോളെ, അവൾ പോയാലും നീ ഈ വീട്ടിൻ്റെ പടി ഇറങ്ങി പോകരുത്. അത് മഹാലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് തുല്യമാണ്. വേണ്ട അച്ഛ, എനിക്ക് ഇവിടെ ജീവിക്കണ്ട. അമ്മയെ തിരിച്ചു വിളിക്കച്ച. ഇല്ല, ഞാൻ ഇനി അവളെ തിരിച്ചു വിളിക്കത്തില്ല. ഇതും പറഞ്ഞുകൊണ്ട് അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ആകെ വിഷമത്തിലാണ് ചന്ദ്രോദയം വീട്. എല്ലാം കഴിഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അമ്മയെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. രേവതി, നീ വർഷയോടൊപ്പം നിൽക്ക്. വർഷേ, രേവതിയെ നോക്കിക്കൊള്ളണം. ഞാനിപ്പോൾ വരാം. എങ്ങോട്ട് സച്ചേട്ടാ?
അമ്മയെ തിരിച്ചു കൊണ്ടുവരാനാണോ? നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പെട്ടെന്ന് വരാം. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ നിന്ന് നേരെ കാർ എടുത്ത് ഇറങ്ങുന്നത് കേട്ടോ. എന്നിട്ട് പോകുന്നത് ആൻ്റണിയുടെ താവളത്തിലോട്ടാണ്. ആൻ്റണിയുടെ താവളത്തിൽ ആൻ്റണി തൊട്ടപ്പുറത്തുള്ള ഒരു ഗുണ്ടയോട് പറയുന്നുണ്ട്. ആ ഗുണ്ട ഏതാന്ന് വെച്ചാൽ കുറച്ച് തടിച്ചിട്ട് വയറൊക്കെയുള്ള താടിയൊക്കെ നീണ്ടിട്ടുള്ള ഒരു ഗുണ്ടയില്ലേ, അയാളോട് പറയുന്നുണ്ട് കേട്ടോ. അവസാനം നമ്മുടെ കൈവെള്ളയെ തന്നെ ശരത്ത് വന്ന് പെട്ടു. ആൻ്റണിയേട്ടാ, നിങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു സംഭവം തന്നെയാ, ഒരു കില്ലാടി. അവൻ്റെ പോക്കണ്ടപ്പോൾ അവൻ ഒരിക്കലും തിരിച്ചു വരില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നിങ്ങളൊരു നിമിഷം കൊണ്ടെല്ലാം സാധിച്ചെടുത്തില്ലേ. എല്ലാം ആ ശ്രുതി കാരണമാ. അവളുടെ ലൈഫിൽ എന്തൊക്കെയോ വശപ്പശികുണ്ട്. അത് കാരണം എന്തായാലും നമുക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ. ആൻ്റണിയേട്ടാ, അവരുടെ ജീവിതത്തിൽ എന്തോ അവരുടെ ഭർത്താവും വീട്ടുകാരെ അറിയാത്ത രഹസ്യമുണ്ട്. അവർ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ട്. അതെ, അവരുടെ കുടുംബം കോലിട്ട് ഇളക്കാൻ പറ്റിയ എന്തോ ഒരു രഹസ്യം ആ ശ്രുതിയുടെ ഉള്ളിനകത്തുണ്ട്. വൈകാതെ തന്നെ ആൻ്റണി അതിൻ്റെ സത്യം തിരിച്ചറിയും. അവരുടെ കുടുംബം കുട്ടിച്ചോറാക്കും. ആൻ്റണിയേട്ടാ, നമുക്ക് ശരത്തിനെ ഇറക്കാൻ വേണ്ടി പോണ്ടേ? പോണം, പക്ഷെ അവൻ കിടക്കട്ടടാ. ഒരു 3-4 മണിക്കൂറെങ്കിലും ജയിലിൽ അവൻ കിടക്കട്ടെ. ജയിലിലെ കൊതുകടിയും സുഖവാസമൊക്കെ അവനൊന്ന് അനുഭവിക്കട്ടെന്നേ. പക്ഷേ പെട്ടെന്നറിക്കാലല്ലേ അവന് നമ്മളോട് അത്രയും വിശ്വാസം ഉണ്ടാവും. നമ്മളിതിനു വേണ്ടി ചില കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ ഇറങ്ങി തിരിച്ചൊന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ലേറ്റ് ആയതാന്ന് പറയാം. ആ മണ്ടൻ അതൊക്കെ തന്നെ ധാരാളം. അതുകൊണ്ട് അവൻ വിശ്വസിച്ചോളും. ശരി. ആ സമയത്താണ് വളരെയധികം ശബ്ദത്തിൽ ഒരു പാത്രം അങ്ങോട്ടേക്ക് ഉരുണ്ട് വരുന്നത് കേട്ടോ. ഇതെന്താ തന്നാലെ ഉരുണ്ട് വരുന്നത്? തന്നാലെയല്ല, സച്ചി. അതെ. സച്ചിയോ? അതേടാ, സച്ചി തന്നെ. ഇതും പറഞ്ഞുകൊണ്ട് ആൻ്റണീൻ്റെ കഴുത്ത് കയറി പിടിക്കുന്നുണ്ട് കേട്ടോ. എഴുന്നേക്കട അവിടുന്ന്, അവൻ രാജസിംഹാസനത്തിൽ ഇരിക്കുക. എടാ സച്ചി, എന്നെ വിടറ. എന്തിനാണ് നീ ഒരു ആവശ്യമില്ലാതെ എന്നെ കയറി പിടിക്കുന്നത്? ഒറ്റ അമർത്തലിനേ ഉള്ളൂ നീയൊക്കെ. അതുകൊണ്ട് പറയടാ, നീ എങ്ങനെ ആ വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് ലീക്കാക്കിയത്? വീഡിയോയോ? എന്ത് വീഡിയോ? നിനക്ക് മാത്രം അറിയാവുന്ന രഹസ്യം, എൻ്റെ ഫോണിൽ ആ വീഡിയോ ഉള്ള രഹസ്യം, അത് പുറത്ത് ചർച്ചയാവും. കാരണം നീ ഒറ്റ ഒരുത്തനാ. പറയടാ സത്യം. എൻ്റെ പൊന്നു സച്ചി, എനിക്കൊന്നും അറിയില്ല. ആദ്യം നീ എന്നെ വിട്, സംസാരിക്കാൻ അനുവദിക്ക്. ഞാൻ വിടത്തില്ല. സത്യം പറഞ്ഞാലേ ഞാൻ നിന്നെ വിടത്തുള്ളൂ. എൻ്റെ പൊന്നു സച്ചി, ഞാൻ ആർക്കും വീഡിയോ അയച്ചു കൊടുത്തിട്ടില്ല. നീ അയച്ചു കൊടുത്തിട്ടില്ലേ? അയച്ചു കൊടുത്തിട്ടില്ലേന്ന്. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി തിരിച്ചു മറിച്ചൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തുനിന്ന് ഗുണ്ടകളൊക്കെ കൈകെട്ടി നോക്കി നിൽക്കാന്. എടാ, എന്താണ് നോക്കി നിൽക്കുന്നത്? ഇവനെ പിടിച്ച് മാറ്റ്. സച്ചി, ആൻ്റണിയെ വിട്ടേക്ക്. സച്ചി, ആൻ്റണിയെ വിട്. മാറടാ, മാറി നിൽക്കടാ. ഇല്ലെങ്കിൽ ഇതിൻ്റെ അങ്ങേപ്പുറം നിങ്ങൾക്കും കിട്ടും. പറയടാ, സത്യം പറയടാ. ഇതും പറഞ്ഞുകൊണ്ട് ചോര തുപ്പിക്കുന്നുണ്ട് കേട്ടോ ആൻ്റണിയുടെ വായിന്ന്. ആൻ്റണിയേട്ടാ, വായിന്ന് ചോര വരുന്നു. സത്യം പറഞ്ഞേക്ക്. അപ്പം നിനക്ക് സത്യം അറിയാലേ. അവനെ എടാ പോടാന്നൊന്നും വിളിക്കണ്ട. സത്യം പറയും, എങ്ങനെയാ വീഡിയോ ലീക്കായത്? പറയടാ. സച്ചി, ഇനി എന്നെ തല്ലല്ലേ, ഞാൻ ചത്തുപോവും. എനിക്കിതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. നിനക്കറിയില്ല അല്ലേ? അറിയില്ല. ഇതും പറഞ്ഞുകൊണ്ട് സച്ചിയാണ് അവിടെ എടുത്ത് വലിയൊരു പാര എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ നീ, ഒറ്റ അടിക്കുള്ള നിന്റെ ജീവിതം എല്ലാം പോയി നശിച്ച് നിൽക്കുക ഞാൻ. എനിക്ക് മുന്നും പിന്നും നോക്കേണ്ടതില്ല, കൊന്നുകളയും ഞാൻ നിന്നെ. ഇനി പറയും, ആരാ ഇതൊക്കെ ചെയ്തത്? തല്ലല്ലേ സജ്ജി, ഞാൻ പറയാം. നീ അതൊന്ന് മാറ്റിവെക്ക്. എന്നാ പറ, എന്താ സംഭവിച്ചത്? ഞാൻ പറയാം. എനിക്ക് കുറച്ച് വെള്ളം തന്നെ അധികം കൊടുക്കണോ അവന് വെള്ളം. ആ സമയത്ത് ഒരു ഗുണ്ട പോയിട്ട് വെള്ളം കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൻ്റണിയേട്ടാ, കുടിക്ക്, പതുക്കെ കുടിക്ക്, മാറി നിൽക്കണം അങ്ങോട്ട്. ഇതും പറഞ്ഞ് ആൻ്റണി അവനെ പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വീണ്ടും ചോര തുപ്പാണ് ആൻ്റണി. കുടിക്കടാ വെള്ളം. സത്യം പറയുമ്പോൾ പറഞ്ഞാൽ നിന്നെ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കും. ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് നരകിക്കും നീ. ഞാൻ പറയാം സച്ചി, സത്യം പറയാം. നീ എന്നെ അടിച്ചിട്ടോട്ട് പോയതല്ലേ. അതിനുശേഷം എനിക്ക് നിന്നോട് നല്ല ശത്രുതയുണ്ടെന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അതിനിടയ്ക്ക് വെച്ചിട്ടാ നിങ്ങളുടെ ശ്രുതിയില്ലേ, ആ ശ്രുതിയുടെ ഭാര്യ, സച്ചിയുടെ ഏട്ടൻ്റെ ഭാര്യ, അവളെന്താ, അവക്കെന്താ ഇതുമായിട്ട് ബന്ധം? അവളിവിടെ വന്നിരുന്നു. എൻ്റെ അടുത്തുനിന്ന് 1-2 വട്ടം സഹായം അഭ്യർത്ഥിച്ചതാ. സഹായോ? നിൻ്റെ അടുത്തുനിന്ന് അവൾക്ക് എന്തിനാ സഹായം? നീ അവൾക്ക് പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ടോ? അങ്ങനെയും കൊടുക്കാറുണ്ട്. പക്ഷേ അതല്ലാതെ അവൾ എന്നോട് വേറെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. എന്ത് ഹെൽപ്പ്? അവൾ എന്ത് ഹെൽപ്പാണ് ചോദിച്ചത്? അത് പിന്നെ ഒരു നവീൻ ദാസ്, എൻ്റെ കയ്യിൽ അവൻ്റെ ഫോട്ടോ ഉണ്ട്. ആ നവീൻ ദാസും ഇവളുടെ ജീവിതവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട്. അവനെ അടിച്ചൊതുക്കാൻ വേണ്ടി 1-2 തവണ കാശുമായിട്ട് എൻ്റെ അടുക്കൽ വന്നിരുന്നു. നവീൻ ദാസോ? അതാരാ? എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ അതല്ല ചോദിക്കുന്നത്. ഈ വീഡിയോ എങ്ങനെ ലീക്കാക്കി? ആ വീഡിയോ ലീക്കാക്കാൻ കാരണം ഈ ശ്രുതി തന്നെയാ. നിന്നെ അവൾക്ക് മനപ്പുറം ആ വീട്ടിൽ നിന്ന് പുറത്താക്കണം. അതിനുവേണ്ടി അവൾ എന്നോട് എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് ചോദിച്ചു. കുറച്ച് കാശ് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ വീണുപോയി. എന്നിട്ട്
ആ വീഡിയോ നിന്റെ ഫോണിലുണ്ടെന്ന് എനിക്കറിയാതെ പറയേണ്ടി വന്നു സച്ചി. എന്നെ തല്ലരുത് ഇനി. അവള് പിന്നെ നിന്റെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുത്തത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. പിന്നെ ലീക്കാക്കിയതൊക്കെ അവളാ, ബാക്കിയൊന്നും എനിക്കറിയില്ല സച്ചി. ഇത് കേട്ടപ്പോൾ ആകെ കൺഫ്യൂഷനായി നിൽക്കാണ് കേട്ടോ സച്ചി. നേരത്തെ പറഞ്ഞ നവീൻ ദാസ് ആരാ? എടാ എൻ്റെ ഫോൺ എടുത്തേ, അതിൽ ആ നവീൻ ദാസിൻ്റെ ഫോട്ടോ ഉണ്ട്. അങ്ങനെ ആ ഫോട്ടോ എടുത്തിട്ട് സച്ചിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇയാളെ കണ്ടപ്പോൾ തന്നെ സച്ചി ആകെ ഒന്ന് ഞെട്ടിത്തരിക്കുന്നുണ്ട്. ഇയാളോ? ഇയാളുമായിട്ട് ശ്രുതിക്ക് എന്താ ബന്ധം? അതൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്തൊക്കെയോ കാര്യമായിട്ട് ആ ശ്രുതിയുടെ ലൈഫിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതായത് ശ്രുതിയും നിങ്ങളുടെ വീട്ടുകാരെ അറിയാത്ത കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് ഇവളുടെ മുൻ ഭർത്താവായിരുന്നു ഇതെന്നാ. എന്ത് മുൻ ഭർത്താവോ? അങ്ങനെ എന്തൊക്കെയോ ആ പെണ്ണിൻ്റെ ഉള്ളിൽ രഹസ്യമുണ്ട് സച്ചി, അതെനിക്ക് ഉറപ്പാ. പാർലറെടുത്തി ഒരു കേടി തന്നെ. എടി കേടി, നിനക്ക് അധികകാലമൊന്നും ആയുസില്ല. നിന്നെ ഞാൻ കാണിച്ചു തരാം. നീ രേവതിയുടെ അനിയത്തിയെ നാണം കെടുത്തിയല്ലേ? നിന്നെ നാണം കെടുത്താനുള്ള വല്ലതും കിട്ടുമെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഡാ, ഏത് നിമിഷം എൻ്റെ വെളിപ്പുറത്തുണ്ടായിരിക്കണം. എപ്പോൾ വിളിച്ചെന്ന് ചോദിച്ചാൽ മതി, ഞാൻ എന്തായാലും ഉണ്ടാവും സച്ചി. ഇതും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോയുമായിട്ട് സച്ചി അവിടുന്ന് പോവാണ്. അയ്യോ എടാ എൻ്റെ ഫോണ്. അത് സച്ചി കൊണ്ടുപോയി. ഡാ, അവനെന്നെ തലമ നിങ്ങൾ കൈകെട്ടി നോക്കിയേക്കാണോ? പിന്നെ എന്ത് ചെയ്യാൻ ആൻ്റണി ഏട്ടാ? ആൻ്റണി ഏട്ടൻ എന്തെങ്കിലും പറ്റിയൊന്ന് പരിചരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള ഒരു ആരോഗ്യമെങ്കിലും വേണ്ടേ? ഓ, കുറേ ചാവേറുകളെ ഭക്ഷണം കൊടുത്ത് വളർത്തുന്നു, അത്ര മാത്രം. അങ്ങനെ പറയല്ല ആൻ്റണി ഏട്ടാ, പോടാ. എന്തായാലും അവൻ്റെ കുടുംബം ഇനി അങ്ങോട്ട് കുട്ടിച്ചോറായിക്കോളും. 2 അടി കിട്ടിയാൽ എന്താ, കുട്ടിച്ചോറാക്കും ഞാൻ കുടുംബം. അങ്ങനെ സച്ചി നേരെ പോകുന്നത് പുറത്ത് ഈ നവീൻ ദാസിനെ കുറിച്ച് അന്വേഷിക്കാനാണ് കേട്ടോ. ഈ നവീൻ ദാസിൻ്റെ ഫോട്ടോ കാണിച്ച് കുറേ പേരുടെ അടുത്ത് നവീൻ ദാസിനെ അന്വേഷിക്കുന്നുണ്ട്. കുറേ കടകളിലായിട്ട് കയറി ഇറങ്ങുന്നുണ്ട് സച്ചി. അങ്ങനെ ഒരു ചായക്കടയിൽ കയറുകയാണ് കേട്ടോ. കുറേ കടയിൽ നിന്ന് അറിയില്ലെന്ന് പറഞ്ഞു. അവസാനം ഒരു ചായക്കടയിൽ എത്തുകയാണ്. അങ്ങനെ ആ ചായക്കടയിൽ കയറിയിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, ചേട്ടാ ഈ ഫോട്ടോയിലുള്ള വ്യക്തിയെ കണ്ടിട്ടുണ്ടോ? എവിടെ നോക്കട്ടെ. ആ ഇവനോ? ഇവൻ കാശ് തരാതെ മുങ്ങുന്ന ഫ്രോഡല്ലേ? ഫ്രോഡോ? കാശ് തരാതെ മുങ്ങുന്നോ? ഇവൻ ഇവിടുന്ന് ഒരു 10-15 തവണ ചായ കുടിച്ചിട്ടുണ്ട്. പറ്റെന്നും പറഞ്ഞ് എഴുതി പോവും. എന്നിട്ട് ഇവനെ പിന്നെ കാണത്തില്ല. അടുത്ത മാസം ഇവൻ വീണ്ടും വരും. കുറച്ച് തുക തന്ന് ബാക്കി പറ്റാക്കി പിന്നെയും പോവും. ചേട്ടാ ഇയാളിപ്പോൾ എവിടെ ഉണ്ടാവുക? ഇയാളെക്കുറിച്ച് ചേട്ടൻ എന്തെങ്കിലും അറിയോ? ഇവനറിയാം. ഇവൻ ഈ നാട്ടുകാരനാ. ഇവന് കുട്ടികളും മക്കളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ ഇവനിട്ടേച്ച് പോയി. ഇവനൊരു കുഴിമടിയനാ. ജോലിക്കും പോകത്തില്ല. വെറുതെ ഇങ്ങനെ ഓരോരുത്തരെ പിഴിഞ്ഞ് ജീവിക്കും. അതുകൊണ്ട് അവൻ്റെ ഭാര്യ മക്കളെയും കൊണ്ട് വീട് വിട്ടത്. ചേട്ടാ ഇയാളുടെ വീട് ഇവിടെ അടുത്താണോ? ഇവിടെ അടുത്താ. ദേ ആ നേരെ പോകുന്ന വഴിയാ. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ മതി. വലത്തോട്ട് തിരിഞ്ഞാൽ ഒരു ക്ഷേത്രം കാണാം. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ പോകുന്നതന്നെ ഇവൻ്റെ വീട്ടിലോട്ടാ. പിന്നെ ഇടയ്ക്കൊക്കെ വീട്ടിൽ കാണും. ബാഗും തൂക്കി ഒരു തൊപ്പി ഇട്ടിട്ട് ഇറങ്ങി പോകുന്ന കാണാം. ഇന്നിപ്പോൾ കണ്ടിട്ടൊന്നുമില്ല. ചിലപ്പോൾ വീട്ടിൽ കാണാൻ സാധ്യതയുണ്ട്. പോയി നോക്ക് നീ ഒന്ന്. അല്ല എന്താ ഇപ്പം ഇവൻ അന്വേഷിച്ച് വരാൻ? എന്തെങ്കിലും കേസോ മറ്റോ? ഇയാൾ എനിക്ക് മുൻപരിചയമുണ്ട്. കണ്ടിട്ട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ശരി എന്നാൽ പിന്നെ ചെന്ന് നോക്ക്. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി നേരെ ആ വീട്ടിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് കോളിംഗ് ബെൽ അടിച്ച് സച്ചി അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. നവീൻ ദാസ് ആണെങ്കിൽ അടിച്ച് പൂസായി ഫിറ്റായിട്ട് റൂമിൽ കിടക്കാണ് കേട്ടോ. ഒരു ഭാഗത്ത് കുപ്പിയൊക്കെ കാണിക്കുന്നുണ്ട്. കോളിംഗ് ബെല്ല് കേട്ടിട്ട് നവീൻ ദാസ് എഴുന്നേൽക്കുന്നുണ്ട്. നേരം വെളുത്തോ? നേരം വെളുത്തു. വീണ്ടും സച്ചി ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. ആരെ ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത്? സമയം 12 മണിയൊക്കെ ആയോ? അപ്പം ഞാനാണ് നേരെ വൈകിയത്. ആ പത്രക്കാരനോ പാലുകാരനോ മറ്റേ ആവും. പണം കൊടുക്കാനുള്ളതാ. കാതൊക്കെ തുറക്കണ്ട, മാറി നിന്ന് നോക്കാം. ഇതും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവിടെ ആരെയും കാണിക്കുന്നില്ല. പോയോ? ഭാഗ്യം. പാലോ പത്രമോ മറ്റോ വെച്ച് കാണുമോ? തുറന്നു നോക്കാം. ഇതും പറഞ്ഞുകൊണ്ട് കതക് തുറന്ന് പുറത്തോട്ട് വരാൻ കേട്ടോ. ആ സമയം തന്നെ സച്ചി നേരെ കയറിയിട്ട് പിടിക്കുന്നുണ്ട്. അയ്യോ ആരാന്ന് നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? നീയോ? നീ ആ കാർ ഡ്രൈവറല്ലേ? അതേടാ, കാർ ഡ്രൈവറാണ്. എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയായിരിക്കുമല്ലോ. നിന്നെക്കുറിച്ചുള്ള എന്ത് കാര്യങ്ങൾ എനിക്കറിയുന്നു? നീ ഇപ്പം എന്തിനാ എന്നെ വന്ന് പിടിക്കുന്നത്? ഇതേ എൻ്റെ വീടാണ്. മാറി നിൽക്കടാ. മാറി നിൽക്കത്തില്ലെങ്കിലോ? പറയടാ, നിനക്ക് ശ്രുതിയുമായിട്ട് എന്താ ബന്ധം? ശ്രുതിയുമായിട്ടോ? ഏത് ശ്രുതി? എനിക്കൊരു ശ്രുതി അറിയില്ല. ഞാനിപ്പോൾ ഒരുത്തനും കൊടുത്തിട്ട് വരിക. അതിൻ്റെ ബാക്കി നിനക്ക് കിട്ടേണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ചോര തുപ്പിക്കും ഞാൻ. അയ്യോ ഇത് വലിയ കഷ്ടമാണല്ലോ. ഞാൻ ആളെ വിളിച്ചു കൂട്ടും. ആളെ വിളിച്ചു കൂട്ടാൻ നിനക്ക് വായ ഉണ്ടായാൽ പോരെ? ആ വായ അവിടെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിനക്ക് ശ്രുതിയുമായിട്ടുള്ള ബന്ധം പറയും. അയ്യോ എന്നെ തല്ലല്ലേ. എനിക്ക് ഭാര്യയും കൊച്ചുങ്ങളൊക്കെ ഉള്ളതാ. എന്നെ തല്ലല്ലേ സച്ചി. എന്നാ പറയടാ, എന്താ സത്യം എന്നുള്ളത്? സച്ചി എനിക്കൊന്നും അറിഞ്ഞൂടാ.
എനിക്ക് പറഞ്ഞ ശ്രുതിയെ അറിയത്തില്ല. ആ സമയത്താണെങ്കിൽ സച്ചി നല്ല രീതിയിൽ തന്നെ അവനെ പെരുമാറുന്നുണ്ട് കേട്ടോ. അയ്യോ എന്നെ വിട് സച്ചി, ഞാൻ പറയാം, എന്നെ വിട്ടേക്ക്. പറയടാ എന്താന്നുള്ളത്. പറയാം. ശ്രുതി എനിക്ക് അറിയാവുന്ന ആളാ. എങ്ങനെ അറിയാം? എങ്ങനെയാ ശ്രുതിയെ നിനക്കറിയാവുന്നത്? അത് പിന്നെ ശ്രുതിയുടെ ജീവിതചരിത്രം മുഴുവൻ അറിയാം. അവൾ കാരണം എനിക്കെൻ്റെ കുടുംബം നഷ്ടപ്പെട്ടത്. പുരാണം പറയാനല്ലേ ഞാൻ പറഞ്ഞത്. അവളെ എങ്ങനെ നിനക്കറിയാം? എന്താ നീയും അവളുമായിട്ടുള്ള ബന്ധം? അത് പിന്നെ ശ്രുതിയുടെ പേര് ശ്രുതി എന്നല്ല, കല്യാണി എന്നാ. കല്യാണിയെന്നോ? അതെ, അവളെ പേര് മാറ്റിയ നിങ്ങളുടെ വീട്ടിലോട്ട് ശ്രുതിയുടെ ഭാര്യയായിട്ട് വന്നത്. അത് മാത്രമല്ല, അവളൊരു രണ്ടാം വിവാഹക്കാരിയാ. എന്ത് രണ്ടാം വിവാഹക്കാരിയോ? ഇതിനു മുമ്പ് ഞാൻ സച്ചിയോട് ഈ വിവരം പറഞ്ഞതല്ലേ. അപ്പം സച്ചി വിശ്വസിച്ചില്ല. അവളെക്കുറിച്ച് മോശം പറയുകയാണെന്ന് പറഞ്ഞ് സച്ചി എന്നെ തല്ലിയതല്ലേ. അവൾ ശരിക്കൊരു രണ്ടാം വിവാഹക്കാരിയാ. അവളുടെ ആദ്യ വിവാഹത്തിൽ അവൾക്കൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനിപ്പോൾ ഒരു 6-7 വയസ്സായി കാണും. എന്ത്? ശ്രുതിക്ക് കുഞ്ഞുണ്ടെന്നോ? അതെ, അവൾക്ക് ഒരു 6-7 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. പേര് മാറ്റി അഡ്രസ്സ് മുഴുവൻ മാറ്റിയിട്ടാ നിങ്ങളുടെ വീട്ടിലോട്ട് അവൾ വന്നത്. പിന്നെ അവൾക്കൊരു അമ്മയുണ്ട്. ആ അമ്മയും കുഞ്ഞിനെയൊക്കെ സച്ചിക്കും രേവതിക്കും നല്ല വെള്ളം പോലെ അറിയാം. ഞങ്ങൾക്കറിയാന്നോ? ഞങ്ങൾക്കെങ്ങനെ അറിയാനാ? നിങ്ങൾക്കറിയുകയും ചെയ്യാം. നിങ്ങൾ അവരോടൊപ്പം ഒരുപാട് തവണ സ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. താൻ കള്ളം പറയുവാണോ? ഞാൻ കള്ളം പറയുമല്ല സച്ചി. നിങ്ങൾ ഒരു വിമലമ്മയുടെ വീട്ടിൽ പോവാറില്ലേ? അവിടുത്തെ ഒരു കുഞ്ഞിനെ പരിചരിക്കാറില്ലേ? ആ കുഞ്ഞാണ് അവളുടെ യഥാർത്ഥ മകൻ. ആ അമ്മ അവളുടെ സ്വന്തം അമ്മയാ. എന്ത്? ആദി അവളുടെ കുഞ്ഞാണോ? അതെ, കല്യാണിയുടെ കുഞ്ഞ് ആദി. അയ്യോ, ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? അതെ സച്ചി, സത്യം പലതവണ പറയണമെന്ന് കരുതിയതാ. ഇതും പറഞ്ഞ് അവളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങിക്കാമെന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അവൾ എൻ്റെ ലൈഫ് കുളം തോണ്ടി, അത് വേറെ വലിയ കഥയാണ്. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങനെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. ഇനി എന്നെ വിട് സച്ചി, സത്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ. വിമലമ്മ അവരുടെ അമ്മയാണോ? അതെ. വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ? ആർക്കായാലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ അവർക്ക് വേണ്ടി അത്രത്തോളം സഹായം ചെയ്തിട്ടുണ്ട്. അവർ നിങ്ങളെ ചതിക്കുമായിരുന്നു ശരിക്കും. എന്നാൽ പിന്നെ ഇതറിഞ്ഞിട്ട് എന്നെ കാര്യം. താൻ വാടോ. അയ്യോ, ഞാൻ വരണോ? താൻ വരണം. താൻ വന്നാൽ ഇതൊക്കെ എനിക്ക് തെളിയിക്കാൻ പറ്റൂ. വാടോ. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി അയാളെയും കൂട്ടി കാറിലേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ വിമലമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. കാറിൻ്റെ ഹോണടി കേട്ടപ്പോൾ തന്നെ ആദ്യം പുറത്തോട്ട് ഓടി വരുന്നുണ്ട്. ഹായ് സച്ചിയേട്ടൻ. അമ്മാമേ ഇതാരാ വന്നിരിക്കുന്ന നോക്കിയേ. സച്ചിയേട്ടൻ. ആഹാ, സച്ചി വന്നോ? സച്ചിയുടെ മുഖം കണ്ടിട്ട് വിമലമ്മയ്ക്ക് അത്ര പന്തിയായി തോന്നുന്നില്ല കേട്ടോ. ഇറങ്ങ്. ഇതും പറഞ്ഞിട്ട് അയാളെ പുറത്തിറക്കുന്നുണ്ട് കേട്ടോ. അയാളെ കണ്ടപ്പോൾ തന്നെ വിമലമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ ആകെ പേടിയാവാണ്. ആദ്യം ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. സച്ചിയേട്ടന് സുഖമല്ലേ? എനിക്ക് സുഖമാണ് മോനെ. അപ്പോൾ വിമലമ്മ അകത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. വിമലമ്മ അകത്തോട്ട് പോകാൻ വരട്ടെ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ സച്ചി? ഇയാളെ അറിയോ? അറിയില്ലെന്നായിരിക്കും പറയാൻ വരുന്നത്. എന്നാൽ എല്ലാ ചരിത്രവും അറിഞ്ഞിട്ടാണ് സച്ചി ഇവിടെ നിൽക്കുന്നത്. ഈ നിൽക്കുന്നത് കല്യാണിയുടെ മകനാണല്ലേ, ശ്രുതിയുടെ മകൻ. സച്ചി, നിങ്ങൾ എന്നാലും എന്നെയും രേവതിയും വഞ്ചിക്കായിരുന്നില്ലേ? ഞങ്ങൾ എത്രയൊക്കെ സഹായം നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. എന്നിട്ടും എന്നെ രേവതിയെ നിങ്ങൾ പച്ചയ്ക്ക് പറ്റിച്ചില്ലേ? അയ്യോ സച്ചി മോനെ, അങ്ങനെയൊന്നും പറയരുത്. ചില സന്ദർഭത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. നിർത്ത്, മതി. അപ്പോൾ ഇവൻ ശ്രുതിയുടെ കുഞ്ഞ് തന്നെയാണല്ലേ? നിങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വീട്ടിലോട്ട് വരുമ്പോഴും ശ്രുതി വെറുതെയല്ല ഇങ്ങനെ ഷോക്കായി അന്തം വിട്ട പോലെ നിൽക്കുന്നത്. നിങ്ങളുടെ പിന്നിൽ ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടാണ്. എന്തായാലും ഇനി ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങളായിട്ട് എൻ്റെ വീട്ടുകാരെ വഞ്ചിച്ചു എല്ലാവരെയും. അതുകൊണ്ട് ഇനിയും എൻ്റെ വീട്ടുകാർ സത്യം അറിയാതിരിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നിങ്ങളും എൻ്റെ കൂടെ വരണം എൻ്റെ വീട്ടിലോട്ട്. സത്യങ്ങൾ എല്ലാവരും തിരിച്ചറിയണം. അങ്ങനെയെങ്കിലും എൻ്റെ അമ്മ എൻ്റെ വീട്ടിലോട്ട് വരട്ടെ. അയ്യോ, അമ്മ എവിടെ പോയി? അമ്മ എവിടെ പോയെന്നോ? നിങ്ങളുടെ മകളുണ്ടല്ലോ, അവൾക്ക് ഞങ്ങൾ എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് അറിയോ? ഇപ്പം അവളുടെ ഭർത്താവിന് വലിയൊരു പ്രൊജക്റ്റ് കിട്ടാൻ വേണ്ടി ഞാനും എൻ്റെ ഭാര്യയും വേഷം കെട്ടി ഇറങ്ങി. എന്നിട്ടും എൻ്റെ ഭാര്യയുടെ അനിയനെ അവൾ കുടുക്കി. അവൻ്റെ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ടാവുമല്ലോ, നിങ്ങളും അത് കണ്ടു കാണും. ആ വീഡിയോ പ്രചരിക്കാൻ ഒറ്റ കാരണക്കാരി നിങ്ങളുടെ മകളാ. അവൾ എൻ്റെ ഫോണ് തന്ത്രപൂർവ്വം അടിച്ചു മാറ്റി ആ വീഡിയോ ലീക്കാക്കി. എന്തിനു വേണ്ടി ഇതൊക്കെ? എന്തായാലും എന്നോടും രേവതിയോടും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും സത്യമെല്ലാം എൻ്റെ വീട്ടിൽ അറിയണം. നിങ്ങൾ വരുന്നുണ്ടോ? ഇവൻ ശ്രുതിയുടെ മകനാണെന്ന് അറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. കാരണം എൻ്റെ ഏട്ടൻ്റെ ജീവിതം അവൾ കൊണ്ട് നശിപ്പിച്ചത്. പിന്നെ ഓട്ടക്കാരൻ അത് അർഹിക്കുന്നു. അവനും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാ. എന്നാലും അവനൊരു പെണ്ണിനെ വഞ്ചിച്ചിട്ടോ അതിലൊരു കുഞ്ഞൊന്നുമില്ല. മോനെ, ഞാൻ എവിടെ വന്ന് വേണമെങ്കിലും ഏറ്റു പറയാം. പക്ഷെ ശ്രുതിയുടെ ലൈഫ് ഇല്ലാതാക്കരുത് നീ. അങ്ങനെ ലൈഫ് ഇല്ലാതാക്കേണ്ടതുണ്ടെങ്കിൽ
ഇപ്പോഴെങ്കിലും സത്യം എല്ലാവരും അറിയണം. അതുകൊണ്ടാണ് നിങ്ങളോട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞത്. നിങ്ങളോട് ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിപ്പോയി. അത് എടുത്തു കളയാൻ പറ്റുന്നുമില്ല. സജ്ജേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? പാവം കുഞ്ഞ്, ഇത് വല്ലതും അറിയുന്നുണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്നതൊക്കെ. എന്നാലും നിങ്ങളൊരു അമ്മയല്ലേ. നിങ്ങൾ വരുന്നുണ്ടോ? ഞാൻ വരാം മോനെ. എവിടെ വന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സത്യം പറയാൻ ഞാൻ. എന്നാ വരാൻ നോക്ക്. ഇതും പറഞ്ഞ് സച്ച് നേരെ അവരെയും കൂട്ടി ചന്ദ്രോദയത്തിലോട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഈ വണ്ടിയുടെ ഒച്ച കേട്ടിട്ട് രേവതിയാണെന്നുണ്ടെങ്കിൽ ഓടി വരുന്നുണ്ട്. അമ്മയെങ്ങാനും സച്ചേട്ടൻ്റെ കാറിലുണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ കാറിൽ നിന്ന് ഇറങ്ങുന്നത് വിമലമ്മയും അതുപോലെ തന്നെ ആദിയുമാണ് കേട്ടോ. തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ നവീനും ഇറങ്ങുന്നുണ്ട്. രേവതിയുടെ പിന്നാലെ തന്നെ ശ്രുതിയും അങ്ങോട്ട് വരുന്നത് കേട്ടോ. അമ്മയും കൂടെ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഇവരെ കണ്ട് ശരിക്കും ശ്രുതി ഞെട്ടിത്തരിക്കുന്നുണ്ട്. നിങ്ങളുടെ മകളതാ. ഇതും പറഞ്ഞ് സച്ച് നേരെ നടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, കല്യാണിയുടെ അമ്മയാണിത്, വിമലമ്മ. ഇത്രയും വലിയൊരു രഹസ്യം ഉള്ളിൽ ഒതുക്കിയിട്ട് നീ ശ്രുതിയെയും അമ്മയും പറ്റിക്കുമായിരുന്നല്ലേ? ഇത് കേട്ടപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഡാ എവിടെന്നേ ഒരു തള്ളയെ വലിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് ഇവളുടെ അമ്മയാണെന്നോ? നിർത്തറ. നിന്റെ കൂടെ ഇത്രയും കാലം ഇവൾ കഴിഞ്ഞിട്ടും ഇവളുടെ ഒരു കള്ളവും മനസ്സിലാക്കാൻ പറ്റാത്ത നീ ഒരു മണ്ടനായി പോയില്ലടാ. ദേ ഈ നിൽക്കുന്ന കൊച്ചിനെ കണ്ടോ? ആ കൊച്ചി ഇവളുടെ കുഞ്ഞാ. ഇവനോ? ഡാ ഇവനും ഈ തള്ളയും ഈ വീട്ടിൽ കുറേ മെഴുകി നിരങ്ങിയിട്ടുണ്ട് എന്ന് കരുതി എൻ്റെ ഭാര്യയുടെ കുഞ്ഞാന്നെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ, അത് ചിലപ്പോൾ രേവതിക്ക് പഴച്ചുപറ്റ കുഞ്ഞായിരിക്കും. എന്തടാ എന്ത് പറഞ്ഞു നീ? സച്ചി, സുധിയെ വീട് തെളിയിച്ച് തരാടാ. തെളിയിച്ച് തരാം ഞാൻ. മാറി നിൽക്ക്. പാറയിട്ട് തിക്കേടി. നിനക്ക് ഞാൻ തെളിയിച്ച് തരാം എന്താ സത്യം എന്താ സത്യമല്ലാത്തതെന്നൊക്കെ. നാണമില്ലാത്തവൻ. സ്വന്തം ഭാര്യയുടെ രഹസ്യം അറിയില്ലത്രേ. ഇതിന് മുന്നേ രേവതി നിന്റെ ഭാര്യയ്ക്ക് ഒരു കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ് വന്നപ്പോൾ നീ അത് സുധിയുടെ കുഞ്ഞാണ്, അത് അബോഷനായി പോയതാണെന്നൊക്കെ പറഞ്ഞ് രേവതിയെ കളിപ്പിച്ചില്ലേ നീ? കേടി നിന്റെ എല്ലാ സത്യങ്ങളും ഞാൻ ഇന്നത്തോടു കൂടി പൊളിക്കാൻ പോവാണ്. അപ്പോഴാണ് രവി അങ്ങോട്ട് വരുന്നത് കേട്ടോ. അങ്ങനെ രവി സത്യം അറിയുന്ന കിഡിലിൻ എപ്പിസോഡും ചന്ദ്രമതി സത്യം അറിയുന്ന കിഡിലിൻ എപ്പിസോഡും ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിലിടാം. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡൊന്നും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്. നെക്സ്റ്റ് എപ്പിസോഡ് അടുത്ത വീഡിയോയിലിടാം.